ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം ഇങ്ങ് എത്തിയിട്ടുണ്ടല്ലേ. ഇത്തവണത്തെ ഓണക്കോടി എടുക്കൽ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം ആഫ്റ്റർ മാരേജ് ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായി ഏൺ ചെയ്ത പൈസ കൊണ്ട് എൻ്റെ ചേട്ടനും കിങ്ങിണിക്കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഓണക്കോടി എടുക്കുന്നത്. വളരെ ചെറിയൊരു കാര്യമാണ് എന്ന് തോന്നിയാലും ഇതിൻ്റെ സന്തോഷം എനിക്ക് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ കയ്യിൽ ആ ഫ്ലാഗിൻ്റെ ഇതൊക്കെ ഇരുന്നത്. അതൊരു സിഗ്നലിൽ വെച്ച് ഹിന്ദിക്കാരിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് വാങ്ങിയതാണ്. ഇന്ന് എൻ്റെ വകയും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വക ഞങ്ങൾക്കും ഓണക്കോടി എടുക്കുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റ് ഷോപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഓണം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് നോക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലെ തുറക്കുന്ന സമയത്ത് തന്നെ എത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫംഗ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഓണക്കോടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് ഈസ്റ്റ് ഫോർട്ടിലുള്ള പുതിയ RK വെഡ്ഡിംഗ് മാളിലേക്കായിരുന്നു. ഒരു 10 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഷോപ്പ് ഓപ്പൺ ആയത്. പക്ഷേ ഞങ്ങൾക്ക് ബോർ അടിച്ചില്ല, ഇതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഷോപ്പ് ഓപ്പൺ ആയി. ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ഇത്രയും കളക്ഷൻസ് കണ്ടപ്പോൾ ആദ്യം എന്തെടുക്കണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. ഓണം ആയതുകൊണ്ട് തന്നെ കടകളിലൊക്കെ നല്ല തിരക്കാണ്. ഓരോ കളക്ഷനും കാണുമ്പോൾ ഇതെടുക്കണോ അതെടുക്കണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. അമ്മയും ഞാനും കിങ്ങിണിക്കുട്ടിയും കൂടിയായിരുന്നു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടനെയും അച്ഛനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരും ഒരുപോലെ വേവ് ലെങ്തുള്ള ആൾക്കാരാണ്. കാരണം ക്ഷമയെന്ന് പറയുന്നത് തീരെയില്ല. കടയിൽ ചെല്ലുന്നു, ആദ്യം കാണുന്നത് എടുക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് പറ്റില്ലല്ലോ. മിക്കവാറും ചേട്ടൻ്റെ കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 80% എനിക്കിഷ്ടമല്ലാത്ത ഡ്രസ്സും എടുത്തിട്ടായിരിക്കും ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. കാരണം ക്ഷമയില്ല. കടയിൽ ചെല്ലുമ്പോൾ അപ്പോൾ തന്നെ എനിക്കും ക്ഷമ വളരെ കുറവാണ്. പക്ഷേ ഡ്രസ്സൊക്കെ നോക്കുന്ന കാര്യത്തിൽ കുറച്ച് ക്ഷമയുണ്ട്. അമ്മയും ഞാനും ശരിക്കും പറഞ്ഞാൽ കരിമ്പങ്കാട്ടിൽ ആന കയറിയ അവസ്ഥയിലായിരുന്നു. കാരണം ഒന്ന് കൊള്ളാമെന്ന് വിചാരിച്ചെടുക്കുമ്പോൾ അടുത്തത് അതിനേക്കാളും സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു മൊത്തത്തിൽ. എല്ലാ പ്രാവശ്യവും മിക്കവാറും ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ പോവാറ് പോത്തീസിലോ ജയലക്ഷ്മിയിലോ ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ചേച്ചിയൊക്കെ പോയപ്പോൾ അവരാണ് RK ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പോത്തീസും ജയലക്ഷ്മിയും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ RK കിടിലമാണ്. കാരണം പല കാരണങ്ങളുണ്ട്. ഒരുപാട് കളക്ഷൻ, അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമുവിൻ്റെ കാലത്തെ കളക്ഷൻസ് അല്ല ഒന്നും. ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചുള്ള കളക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ കുട്ടികളുടേതായാലും വലിയവരുടേതായാലും ഒരുപോലെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഞാൻ ഇത്രയും വർഷം പോയിട്ടുള്ള കടകളിൽ വെച്ച് ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്താത്ത, നമുക്കൊരു ഒരു ഫ്രണ്ട്ലി ഫീൽ തരുന്ന സ്റ്റാഫുകളായിരുന്നു എല്ലാവരും. ചില വലിയ കട മാത്രമല്ല, ചെറിയ കടകളിലായാലും ചില സ്റ്റാഫുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ കാശ് കൊണ്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നത് പോലെയാണ്. അത് കാണുമ്പോഴേ നമുക്ക് ആ കടയിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നും. പിന്നെ ഞാൻ ഈ ഒരു കാപ്പിപ്പൊടി കളറ് മസ്ലിനല്ല മൊഡാൽ സിൽക്കിൻ്റെ ചുരിദാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. പിന്നെ ആ ഗ്രീൻ കളർ ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതും അതിനടിയിലുള്ളത് അമ്മ തന്നെ അമ്മയ്ക്ക് എടുത്തതുമാണ്. അപ്പോൾ എനിക്ക് എല്ലാമൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം തുറന്ന സമയത്തായിരുന്നു നമ്മുടെ ആ ടോപ്പിൻ്റെയൊക്കെ കാണിച്ചത്. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒന്ന് പബ്ലിക്കിൽ ഇങ്ങനെ ഫോൺ പിടിച്ച് നടക്കാനുള്ള നാണക്കേടും, രണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടി നോക്കണമല്ലോ, അതുമൊക്കെ ആയിരുന്നു. പിന്നെ ഈ കാണുന്ന ക്ലിപ്പൊക്കെ ഞങ്ങൾ പിറ്റേ ദിവസവും RKയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചേട്ടനെടുത്ത ടീഷർട്ടുകളിൽ 2-3 സൈസ് ചെറുതായിരുന്നു. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ചേട്ടനും കൂടി വേണമായിരുന്നു. അങ്ങനെ ഇട്ട് നോക്കിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓണക്കോടി വാങ്ങൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചടങ്ങ് പോലെയായി. കാരണം ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഓണം ആകണം എന്നൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. എന്നാലും അമ്മയുടെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല കളക്ഷനാണ്. ഓരോ സെക്ഷനിൽ കയറുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസാണ്. ഇതൊരിക്കലും RKയുടെ പ്രൊമോഷനൊന്നും അല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കറങ്ങി അടിച്ചിങ്ങനെ നടക്കാനും കോളടിച്ചത് നമ്മുടെ കിങ്ങിണിക്കുട്ടിക്കാണ്. അവൾ അമ്മയെ മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. അവൾ അമ്മുമ്മ അത് എന്ന് പറയുന്നതിന് മുന്നേ അമ്മ അത് വാങ്ങും. അങ്ങനെ ഇപ്പോൾ അത് വീണ്ടും ടോയ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കിങ്ങിണിക്കുട്ടി കുറച്ച് സൈഡായിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾ അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങാറ്. അമ്മ വെളുപ്പാങ്കാലത്ത് 4 മണിക്കും 5 മണിക്കും ഒക്കെ എണീക്കും. എങ്ങനെയാണെന്നറിയില്ല, ഇവിടെയാണെങ്കിൽ അലാറം കേട്ടാൽ പോലും എണീക്കാത്ത കിങ്ങിണിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എണീക്കുമ്പോൾ അമ്മയുടെ കൂടെ അവൾ എണീക്കാറുണ്ട്. പിന്നെ RKയിൽ നിന്ന് നമുക്കൊരു സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചട്ടിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 2 ചട്ടിച്ചോറാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 700 സംതിങ് രൂപയായി. പക്ഷേ വെറും വേസ്റ്റായിരുന്നു. ചട്ടി പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം പൊട്ടിയ ചട്ടിയായിരുന്നു.
ഇതിനകത്തെ കറികളൊന്നും വഹയ്ക്ക് കൊള്ളില്ലായിരുന്നു എന്ന് മാത്രമല്ല ബീഫിൻ്റെയൊക്കെ 2 എല്ല് വെച്ചിട്ടാണ് 2 ചട്ടിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോത്തങ്കോട് ഒരു കടയിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് പുറത്തുനിന്നാണ് കഴിച്ചത്. ഇത് കിങ്ങിണിക്കുട്ടി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ അവൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ശരിയാക്കും. കാരണം ഇന്ന് പോയപ്പോൾ അവൾ കൂടെ ഇല്ലായിരുന്നു. ഇത് പോത്തങ്കോട് നിന്ന് നമ്മുടെ ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല, തെക്കേവിളയിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. മാത്രമല്ല ആംബിയൻസും നല്ല കിടിലമാണ്, റേറ്റും വളരെ കുറവാണ്. നമ്മുടെ മൊണാർക്ക് കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കട. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും നല്ല ബിരിയാണി കഴിച്ചത്, അതും നല്ല റീസണബിൾ റേറ്റിൽ. ഇന്ന് ഞങ്ങൾ 2-3 ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം കടകളിലൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പോത്തങ്കോട് വിശാൽ മാർട്ടിലേക്കാണ്. അവിടെ ഒരു ഫുള്ള് ഷോപ്പിംഗ് മാളാണ്. അതായത് നമ്മുടെ പല വ്യഞ്ജനങ്ങളും അല്ലാത്ത സാധനങ്ങളും ഡ്രസ്സും എല്ലാം ഉണ്ട്. താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ വരുന്നത്. നല്ല കളക്ഷൻസാണ്. വെസ്റ്റേൺ വെയർ ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ. ഡ്രസ്സിനെല്ലാം 1000 റുപ്പീസിന് താഴെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് ഓഫറുകളും അവൈലബിൾ ആണ്. 50% ഓഫർ, ബൈ 1 ഗെറ്റ് 1 ഓഫർ, പിന്നെ ഫ്ലാറ്റ് 25 ഓഫർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 999, 599, 399 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞുങ്ങളുടെ, അതായത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ സൈസിലുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സുകൾ, അതായത് എനിക്ക് തോന്നുന്നു 1 വയസ്സ് മുതൽ 8-9 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ 79 രൂപ മുതൽ ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 79 രൂപയാകുമ്പം അത് ആ ഒരു ക്വാളിറ്റിയിലേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ വിശാൽ മാർട്ടിലെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല. ഡൽഹിയിൽ ഞങ്ങൾ 2023 പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകളെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് ചേട്ടൻ്റെ വകയായിട്ട് എനിക്കും കിങ്ങിണിക്കുട്ടിക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടോപ്പാണ്. ടോപ്പിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയുണ്ട്. പക്ഷേ എല്ലാം ഒരു വെസ്റ്റേൺ ടൈപ്പാണെന്നേ ഉള്ളൂ. XXL വരെ സൈസേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം പർച്ചേസിങ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുഴുവനായിട്ടും എല്ലാ വിഷ്വൽസും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.